കേട്ടുതെല്ലും നാടും നീരും ചൂരച്ചെടി തണലതിലുറങ്ങിയിരും ശത്രുഭീതി കേട്ടുതെല്ലും നാടും നീരും ചൂരച്ചെടി തണലതിലുറങ്ങിയിരും മണ്ണുടത്തി താരും ദൂതർ കാഞ്ഞരടകൾ തിന്നു വൃത്തനാക്കി നടത്തിയിടും ദീനം ദീനമായി മണ്ണുടത്തി താരും ദൂതർ കാഞ്ഞരടകൾ തിന്നു വൃത്തനാക്കി നടത്തിയിടും ദീനം ദീനമായി എനിക്കായി കരുതാമെന്നുരച്ചവനേ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാനിഹത്തിനില്ലേന്നും ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ എനിക്കായി കരുതുവാനിഹത്തിനില്ലേന്നും ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ അതിൻ്റെ സകല അധികാരവും സ്വർഗത്തിലെ ദൈവത്തിനാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം മുതൽ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ 32-ാമത്തെ അധ്യായത്തിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ദൂതന്മാരെ പറ്റി കാണാൻ കഴിയുന്നു. സ്തോത്രം. ആമേൻ. ദൂതന്മാരുടെ ഒരു സാക്ഷ്യം തന്നെ അതിനകത്ത് നിറഞ്ഞു നിൽക്കുക. എവിടെ നോക്കിയേ വായിച്ചത്? 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തില് ആമേൻ, സ്വർഗത്തിലേക്കുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും ആമേൻ, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ ആമേൻ സ്തോത്രം, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, നോക്കിക്കേ ഓരോന്നിൻ്റെ മേലും ഒന്ന് ആമേൻ സ്തോത്രം സ്വർഗത്തിലുള്ളതും. അപ്പൊ ശ്രദ്ധിക്കണം, ഈ ദൂതന്മാർ എവിടെ നിന്നാണ് വരുന്നത്? ഭൂമിയിലല്ല, പിന്നെ എവിടെ നിന്നാ? സ്വർഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഈ ദൂതന്മാരുടെ എണ്ണത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ആമേൻ, ഭയങ്കരമാണ്. ആമേൻ, 1, 2 എന്ന് എണ്ണാൻ കഴിയത്തില്ല. ദൂതന്റെ ഒരു ഗണം തന്നെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിനകത്ത് ഉടനീളം പ്രൈസ് ദി ലോർഡ് ദൂതന്മാരുടെ ഒരു സംഖ്യ തന്നെ ഉണ്ട്. അപ്പോൾ തന്നെ ഇത് എവിടെ നിന്നാണ് ഇവർക്ക് അധികാരം ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവമാണ് അധികാരം ദൂതന് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയോ, ദൂതന് ദൈവം അധികാരം കൊടുത്തെങ്കിൽ അത് നിസ്സാരമായ അധികാരമല്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ദൈവാത്മാവെന്ന് രാത്രി വിളിച്ചു പറയുന്നത്, നിങ്ങൾക്ക് ദൈവം പ്രാർത്ഥിക്കാൻ ഒരു കൃപ തന്നെങ്കിൽ അത് ഈ ഭൂമിയിലല്ല കേട്ടോ, സ്വർഗത്തിലതാ പ്രാർത്ഥിക്കാനുള്ള കൃപ. വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് നിങ്ങളുടെ മേൽ ഒരു ദൈവ സാന്നിധ്യം അയച്ചെങ്കിൽ അത് ഈ ഭൂമിയിലുള്ള ഒരു പാസ്റ്റർമാരുടെയും മഹത്വമല്ല അവിടെ വെളിപ്പെടുന്നത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടെ വെളിപ്പെടുന്നത് കേട്ടോ. സ്തോത്രം. വചനം ഈ ഭൂമിയിൽ ആരും എഴുതിയതല്ല, വചനം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 പറയുന്നത്. 118 19 പറയുന്നുണ്ട് ഒരു കാര്യം. ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ വചനം ഞാൻ എത്രയോളം കത്തിച്ചിട്ടുണ്ട്. ആമേൻ. ഈ വചനം ആയിരക്കണക്കിന് വചനം കത്തിച്ചിട്ടുണ്ട്. അതെല്ലാം കത്തിപ്പോയിരുന്നെങ്കിൽ പിന്നെ അതിൻ്റെ കോപ്പികൾ ഈ ഭൂമിയിലുള്ള പ്രിന്റിംഗ് ശാലയിലാണെങ്കിൽ കോപ്പികൾ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. പക്ഷേ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൂതന്മാരുടെ സാക്ഷിയാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇതിനകത്ത് ശ്രദ്ധിക്കണമേ, അതിൽ ഒരു 3-4 പദങ്ങളൊന്നും. ഒന്ന് ആമേൻ പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നത് ആമേൻ ഭൂമിയിലുള്ളതും, 2 ദൃശ്യമായതും. അപ്പോൾ ഈ ഭൂമിയിലുള്ളതും പിന്നെ അടുത്തെന്താണ്? ദൃശ്യമായതും. ഈ ഭൂമിയിൽ മാത്രം വന്നിട്ട് എന്ത് ചെയ്തു? ദൃശ്യമായി വെളിപ്പെട്ടു. എവിടെ വെളിപ്പെട്ടു? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 8ഉം 9ഉം വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു വാക്കുണ്ട്. ആമേൻ, ഒരു മനുഷ്യൻ്റെ മേൽ ഒരു കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് നിസ്സാരമായ കൃപയല്ല, ഏതെങ്കിലും ഒന്ന് ചെയ്യാനുള്ള കൃപയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊരു കൃപ ലഭിച്ചെന്ന് വെച്ചോ, അത് എന്ത് ചെയ്യാനുള്ള കൃപയാ? ആമേൻ, ദൈവവചനം പ്രസംഗിക്കാനുള്ള കൃപയാ. ആമേൻ, ന്യായവിധിയെക്കുറിച്ച് വിളിച്ചു പറയാനുള്ള കൃപയാ. ആർക്കാ ലഭിച്ചതെന്നറിയാമോ? നോഹയ്ക്ക് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ കൃപ ദൈവത്തിൻ്റെ കൃപയാണ് നോഹയ്ക്ക് ലഭിച്ചത്.
ആ കൃപ ലഭിച്ചെങ്കിൽ അത് ദൃശ്യമായി മനുഷ്യരുടെ മേൽ വെളിപ്പെട്ടു വരണം. അതാണ് നിങ്ങളെല്ലാവരും പ്രസംഗിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഒരാളിനെ കൊണ്ട് ഒരിക്കലും ഒരു സൈന്യത്തെ നേരിടാൻ കഴിയത്തില്ല. ആമേൻ, ആമേൻ. ഒരു വലിയൊരു സൈന്യമുണ്ടെങ്കിൽ ആമേൻ ഒരു സൈന്യമായി എണീറ്റ് നിൽക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ആമേൻ ഇസ്രായേൽ ജനത്തെ ഒരു ജനതയാക്കി ദൈവം നിർത്തിയത്. അതെന്താണ്? ദൃശ്യമായതും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് ആമേൻ ഭൂമിയിലുള്ളതും ദൃശ്യമായതും. അടുത്ത് പറയുന്നത് അദൃശ്യമായതും. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, നമ്മൾ എന്താ ദൈവം നമ്മെ ഏൽപ്പിച്ചത്, ഏത് കർത്തൃത്വമാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ആമേൻ ഈ ഭൂമിയിലുള്ളതല്ല, അത് സ്വർഗത്തിൽ നിന്ന് സകല മനുഷ്യർക്കും ദൈവം നൽകിക്കൊടുത്തതാണ്. ഇന്ന് പകലും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അടുത്തൊരു വാക്യത്തിലേക്ക് വരാമോ? മത്തായി സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം മുതൽ 30-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു ദൈവിക ആലോചനയുണ്ട്. ആമേൻ, നോക്കാമോ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 22-ാം അധ്യായം അതിന് 28-ാമത്തെ വാക്യം മുതൽ 30-ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ ആർക്കു ഭാര്യയാകും? എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്ക കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ വേറെ ആരെയും വാക്കല്ല കേട്ടോ, യേശുവിൻ്റെ വാക്ക. പ്രൈസ് ദി ലോർഡ്. അടുത്ത് നിങ്ങൾ ഒരാൾ എടുത്തു വയ്ക്കേണ്ട വാക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പെട്ടെന്ന് എടുത്തു വയ്ക്കണേ. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത എബേസ് ലേഖനം 1:10 ഒരാൾ എടുത്തു വയ്ക്കണേ. അടുത്ത് യെശയ്യാവിൻ്റെ പുസ്തകം 10 ആമേൻ യെഹെസ്കേലിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ ആമേൻ 1-ാമത്തെ വാക്യം ആമേൻ അടുത്തൊരാൾ എടുത്തു വയ്ക്കും കേട്ടോ. അപ്പം നോക്കിയേ, ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. എന്താണ്? ഈ ഭൂപരപ്പിൽ ആമേൻ എന്തെല്ലാം മനുഷ്യൻ ഇവിടെ മനുഷ്യൻ്റെ ചിന്താഗതിക്കപ്പുറത്ത് കൊണ്ടുപോയാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ ആമേൻ 7 പേരിൽ ആർക്ക് ഭാര്യയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു. നോക്കൂ, അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ നോക്കിയേ, തിരുവെഴുത്തുകളെല്ലാം അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ നിങ്ങൾ പരിശോധിക്കുന്നില്ലേ? തിരുവെഴുത്തിൽ എന്തു പറയുന്നു? പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ കിട്ടാത്തത്, ഈ ഭൂമിയിൽ നിനക്ക് സ്വസ്ഥതയില്ലെങ്കിൽ അവിടെ സ്വസ്ഥതയുണ്ട്. ഈ ഭൂമിയിൽ നിനക്ക് സമാധാനമില്ലെങ്കിൽ അവിടെ സമാധാനമുണ്ട്. ഈ ഭൂമിയിൽ നിന്റെ രോഗം ആമൻ നിറഞ്ഞ ശരീരമാണെങ്കിൽ അവിടെ രോഗമില്ലാത്ത ശരീരമാണ്. ഈ ഭൂമിയിൽ നിനക്ക് ശരീരം മുഴുവനും വ്രണം നിറഞ്ഞതാണെങ്കിൽ അവിടെ വ്രണം നിറയാത്തതാണ് ശരീരം. ആമേൻ. ഈ ഭൂമിയിലെ ശരീരം അല്ലെങ്കിൽ ഈ ഭംഗി കുറഞ്ഞ ആളാണെങ്കിൽ അവിടെ ഭംഗി ഒരേപോലെയുള്ള ഒരേ നിറവും ഒരേ പൊക്കവും ഒരേ വണ്ണവുമുള്ള ആളായിരിക്കും അവിടെ ചെല്ലുമ്പോൾ. എവിടെ? പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ അവിടെ ചെല്ലുമ്പോഴേ ദൈവം കൊടുക്കുന്നതെല്ലാം ഒരേപോലെയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ ഒരാൾ ആമേൻ 6 അടി പൊക്കം, ഒരാൾ 4 അടി പൊക്കം, ആമേൻ 3.5 അടി, അല്ലെങ്കിൽ ഒരാൾ കുറച്ച് വണ്ണമുള്ള ആളാണ്, അടുത്ത ആൾ കറുപ്പാണ്, അടുത്ത ആൾ കുറച്ച് വെളുപ്പാണ്, മാനിറമാണ്, പുതുനിറമാണ്, ഒന്നുമല്ല അവിടെ വിഷയം. അവിടെ എല്ലാം ഒരുപോലെ, എല്ലാവരും ഒരുപോലെയാണ് അവിടെ. ആമേൻ. അതാണ് യേശു കർത്താവ് പറയുന്നത്, ആമേൻ, ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിങ്ങൾ പരിശോധിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ തെറ്റിപ്പോകുന്നു. പലരും അങ്ങനെ തന്നെയാണ്, തെറ്റിപ്പോകുന്നു. എന്തുകൊണ്ടാ? ദൈവത്തിൻ്റെ പ്രവൃത്തി പലർക്കും ആമേൻ അറിയണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അവരറിയാൻ ശ്രമിക്കുന്നില്ല.
അതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ. അവരറിയാൻ ശ്രമിക്കാത്തത് കൊണ്ട് അവർ തെറ്റിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ തെറ്റിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ അവർ ആമേൻ യഥാർത്ഥമായും വായിക്കാതെയും പഠിക്കാതെയും ഗ്രഹിക്കാതെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കാതെയും മുൻപിലോട്ട് പോകുന്ന ഒരു ഗണം ഈ ഭൂപരപ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 42-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഒരു പറയുന്നു, എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തന് വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതും അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മനുഷ്യൻ പറയുന്നു ഇതെല്ലാം ഞാൻ എന്നിൽ കൂടെ നടക്കുന്ന ഇല്ല. ദൈവം അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൂതന്മാർ ചെയ്യണമെങ്കിൽ ദൈവം അറിയണം. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാർക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്, സകലത്തിൻ്റെ മേലും അധികാരം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൂതന്മാർ പല ടൈപ്പിലെ ദൂതന്മാരുണ്ട്. ഒന്ന്, ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൂതന്മാർ. 2, വീണുപോയ ദൂതന്മാർ. ശ്രദ്ധിച്ചോ? ആമേൻ. വീണുപോയ ദൂതന്മാർ ഇന്ന് തീയായിട്ട് നിൽക്കുന്ന, അഭിഷേകത്തിൽ നിൽക്കുന്ന അഭിഷക്തന്മാരെ മാത്രമല്ല, ഉന്നതിയിൽ നിൽക്കുന്നവരെ വരെ താഴെയിടാൻ ഈ വീണുപോയ ദൂതൻ വളരെ പരിശ്രമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നോക്കൂ, ഇന്ന് രാത്രി നിങ്ങൾ വായിച്ചാട്ടെ, ആ വേദാംശത്തിലേക്ക് വന്നാട്ടെ. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെ ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ടുതന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ദൂതന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിലും കൂടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു കൂട്ടം ദൂതന്മാരെ പറ്റിയാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം എഴുതിയപ്പോൾ വിളിച്ചു പറയുന്ന ഒരു ആലോചന. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അതിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരെ പറ്റി പറയുന്ന ദൂതുകൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ദൈവത്തിൻ്റെ ദൂതന്മാരെ പറ്റി ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ആമേൻ സ്തോത്രം ആ പൗലൂസിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ശക്തമേറിയ വാക്കുകളാണ്. നോക്കിക്കേ, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർന്ന് എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ ഭൂമിക്കൊരു അവസാനമുണ്ട്. അതിന് മുൻപ് സകലതും ഒന്നായി ചേരും. ആമേൻ. ഈ ഭൂമിയിലുള്ള സകല ഇരുമ്പിനെയും സകലത്തെയും ഒന്നായി ചേർക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സ്വർണത്തിൽ നിന്ന് കീടങ്ങളെ മാറ്റുന്നത് പോലെ ദൈവം ഈ ഭൂമിയിലായിരിക്കുന്ന ജനത്തെ ദൂതന്മാർ മുഖാന്തരം അവരുടെ തലത്തിൽ ഉളവായി വരുന്ന കീടങ്ങളെ വലിച്ചു പുറത്തു കളയും. ആമേൻ. ആ കീടങ്ങൾ ചിലപ്പോ മനുഷ്യനെ കാർന്ന് തിന്നുന്ന രോഗത്തിന്റെ രാക്ഷസന്മാരായി ശരീരത്തിൽ ഉടലെടുക്കുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൂതന്മാരെ ഈ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സകല അധികാരവും കൊടുത്ത്. ദൂതന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്, ദൂതന് മരണത്തിന്റെ മേൽ അധികാരമുണ്ട്, ദൂതന് സഭയുടെ മേൽ അധികാരമുണ്ട്, ദൂതന് വ്യക്തികളുടെ മേൽ അധികാരമുണ്ട്, ദൂതന് അഭിഷക്തന്മാരുടെ മേൽ അധികാരമുണ്ട്, ദൂതന് അഭിഷക്തന്മാരുടെ മേൽ അധികാരമുണ്ട്, ദൂതന് കുഞ്ഞുങ്ങളുടെ മേൽ അധികാരമുണ്ട്, ദൂതന് സകലത്തിന്റെ മേലും അധികാരമുണ്ട്. ആമേൻ, ആമേൻ. വെറുതെയല്ല ദൂതൻ നിൽക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ദൂതന് ദൈവം കൊടുത്ത അധികാരം ചെറുതല്ല, വലിയ അധികാരമാണ്. യെഹെസ്കേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം 10-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എന്താ വായിച്ചെന്നറിയാമോ? ഒന്ന് വായിച്ചേ. യെഹെസ്കേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം എന്താ വായിച്ചത്? അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിന്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു. ആ രൂപം വേറെ ഒന്നുമല്ല, ദൂതന്റെ രൂപം. ദൂതന ദൈവം അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ അയച്ചപ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരികയാ. അനന്തരം ഞാൻ
നോക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് കെരൂബുകളുടെ ആമേൻ സ്തോത്രം മീതെ എന്തുണ്ട്? ആമേൻ ഒരു ആമേൻ വിധാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിൽ സാദൃശ്യമുള്ള ഒരു രൂപം അവന്റെ മേൽ കാണുകയാണ്. ആരുടെ മേൽ? ആമേൻ കെരൂബുകളുടെ മേൽ. പ്രൈസ് ദി ലോർഡ്. കെരൂബുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കെരൂബിനെ കുറിച്ച് വളരെ വിശാലമായി പറയുന്നു. 6-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നു കെരൂബുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട്, 2 കൊണ്ട് പാദം മറച്ചുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, ആമേ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഇതുപോലൊരു ദൈവം ഈ ഭൂമിയിൽ ഇല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആരാധിക്കുന്ന ആരാധന പുരുഷന്മാരായ ഒരു കൂട്ടം കെരൂബുകളെ ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ സ്വർഗത്തിലെ ദൈവം ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാപ്രവാചകൻ കാണുമ്പോൾ ഇത് വെറുതെ ഒരു ഊഹാമോഹമായ കാഴ്ചപ്പാടല്ല. മുമ്പിലോട്ട് കാൽച്ചൂട് വയ്ക്കുവാൻ യെശയ്യാപ്രവാചകന്റെ ഒരു പ്രചോദനം എന്ന പോലെ, ഒരു നിയോഗത്തിന്റെ ശുശ്രൂഷ എന്ന പോലെ യെശയ്യാപ്രവാചകനെ കഴുകിയെടുത്ത് 1, 2, 3, 4, 5 ഈ 5 അധ്യായത്തിലും യെശയ്യാവിനോട് സംസാരിക്കാത്ത അതേ ദൈവത്തിന്റെ ആലോചന 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉസ്സിയ രാജാവ് എപ്പോഴാണോ മരിച്ചത് ആ ആണ്ടിൽ, പിറ്റേ ആണ്ടിൽ ആമേ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഉയർന്നും പൊങ്ങിയും എന്ന് പറഞ്ഞാൽ ഉയർന്ന സിംഹാസനം താഴെ വരത്തില്ല. ഉയർന്നും പൊങ്ങിയും പൊങ്ങിയും പിന്നെയും ഉയരത്തിലേക്ക് പോകുന്ന ഒരു സിംഹാസനത്തെ അവിടെ കാണുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവപൈതലേ, നീ ആയിരിക്കുന്ന മേഖലയ്ക്കകത്ത്, നീ ആയിരിക്കുന്ന വില്ലേജിനകത്ത്, നീ ആയിരിക്കുന്ന പട്ടണത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം നിനക്ക് അധികാരത്തിന് നിയോഗത്തിന്റെ ശുശ്രൂഷ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരു ദൈവപൈതൽ സമൂഹത്തിൽ മുഖത്ത് തുണിമൂടി നടക്കേണ്ട കാര്യമില്ല. മഹാരാജാവിന്റെ മക്കൾ നെഞ്ചും നെറ്റിയും ആമേ നിവർത്തി നടക്കാൻ ഈ നാളുകളിൽ ആമേ ശീലിക്കുമെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ദൂതന്മാർ ഇറങ്ങി വന്നിരിക്കുന്നത് ആമേ സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യവസ്ഥയില്ലാതെ പോകുന്നവനെ കാക്കാൻ വേണ്ടിയല്ല, വ്യവസ്ഥ പ്രകാരം ദൈവത്തിന്റെ വചനപ്രകാരം നിൽക്കുന്ന വ്യക്തികളെ സൂക്ഷിപ്പാൻ എത്രേ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ സൂക്ഷിപ്പാൻ നിന്റെ ആവശ്യകതകളെ അറിഞ്ഞ് നിയോഗത്തോടെ ദൂതന്മാർ ഇന്ന് ഈ വിശുദ്ധമായ രാത്രി നിന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ നീ തമാശ ഏറ്റെടുക്കണ്ട, ഒരു കടങ്കഥ പോലെ കിഴവിക്കഥ പോലെയോ എടുക്കണ്ട. ഇതിനകത്തൊരു ദൈവത്തിന്റെ സേന നിറഞ്ഞു നിൽപ്പുണ്ട്. നിന്റെ ആവശ്യബോധം എന്താണോ അത് ദൂതനോട് പറഞ്ഞ് ഇന്ന് രാത്രി ആ ദൂതൻ നിന്റെ പടിവാതിൽക്കകത്ത് നിന്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ. അബ്രഹാം പറഞ്ഞു ഇങ്ങനെയാണ്, അല്ലയോ വരണം പുരുഷന്മാർ, അവർ പറയാ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരണം, ഇവിടെ ഒന്ന് ഇരുന്നാട്ടെ. വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുത്തി 3 ദൂതന്മാർക്ക് ആമേൻ സ്തോത്രം അബ്രഹാം ആമേൻ അവർക്ക് ഭക്ഷണം കൊടുത്തു. അവരുടെ കാലുകൾ കഴുകി അബ്രഹാമിന്റെ വീട്ടിനകത്തേക്കല്ല, അവരെ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് അവരെ ഇരുത്തുവാൻ, ദൂതന്മാരെ ഇരുത്തുവാൻ ആ കാലഘട്ടത്തിൽ അബ്രഹാമിന് ദൈവം ഒരുക്കിയെങ്കിൽ, ദർശനം കൊടുത്തെങ്കിൽ, വെളിപ്പാട് കൊടുത്തെങ്കിൽ, ദൈവ പൈതലേ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, നിനക്ക് വേണ്ടി വെളിപ്പാട് കിട്ടിയിട്ടും നിനക്ക് ദർശനം കിട്ടിയിട്ടും എന്തേ നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങാത്ത കാര്യം? വെളിപ്പാടും ദർശനവും കിട്ടി, ആമേ സ്തോത്ര, അല്പ കഴിയട്ടെ, അല്പ നിമിഷം മാറി നിൽക്കട്ടെ എന്നല്ല വിഷയം. ദൈവം നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ പുസ്തകത്തിൽ ചില മേലെഴുത്തുകൾ ഉണ്ടെങ്കിൽ അതിനെ ഇന്ന് രാത്രി നീ പ്രാപിച്ചെടുക്കാൻ ഈ രാത്രിയിൽ നീ മുമ്പിലോട്ട് വരുമെങ്കിൽ ദൂതൻ നിന്റെ വീട്ടിന്റെ വാതിക്ക് ഇന്ന് രാത്രി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ സൃഷ്ടിച്ചിറക്കിയത് വെറുതെ അല്ല ഈ ദൂതനെ. പ്രൈസ് ദി ലോർഡ്. ഇത് 1-2 ദൂതന്മാരൊന്നും അല്ല കേട്ടോ. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കമ്പിവാചകത്തിൽ എഴുതി വെച്ചോ, ദൂതന്മാരുടെ ഒരു പട്ടിക എഴുതി വെച്ചോ, പെട്ടെന്ന് എഴുതിക്കോ. എഫേസ്യ ലേഖനം പ്രൈസ് ദി ലോർഡ് ആമേൻ 1-ാം അധ്യായം 21-ാമത്തെ വാക്യവും
ആമേ യോഹന്നാൻ സുവിശേഷം 1:3, റോമർ 11-36, 1 കൊരിന്ത്യർ ലേഖനം 8:6. ഇത്രയും നിങ്ങൾ എഴുതി വെച്ചോ. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാരുടെ ഒരു നിര തന്നെ ഇന്ന് രാത്രി നിങ്ങൾ ആയിരിക്കുന്ന മേഖലയ്ക്കകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൂതന്മാരെ കുറിച്ച് ഈ രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കൈമാറുന്ന ഒരു ദൂത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല ദൂതൻ ഇറങ്ങുന്നത്. നിനക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യത്തിന് നിനക്ക് നോ എന്ന് നീ പറയുമ്പോൾ, നിന്റെ ഹൃദയത്തിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ, എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഉപവാസത്തിന്റെ 21ാമത്തെ ദിവസം യേശുവിന്റെ അടുത്തിറങ്ങി കർത്താവിനെ സഹായിച്ച് നടത്തിയ ദൂതൻ ഇന്ന് രാത്രി നിനക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ, നിന്റെ അടുത്തിറങ്ങി നടത്തുവാൻ, നിന്നെ പുലർത്തുവാൻ, നിന്നെ സൂക്ഷിപ്പാൻ, നിന്നെ നടത്തിക്കുവാൻ, നിന്നെ ദേശത്ത് നിന്നെ നിർത്തുവാൻ കഴിവുള്ള ദൂതൻ ഇന്ന് രാത്രി നിന്റെ ഇരിപ്പിടത്തിനകത്ത് ദൈവം ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ ഈ രാത്രി മൗനമായിരിക്കരുത്. ഈ ദൂതന് നടത്തുവാൻ കഴിയും. ഈ ദൂതൻ നിന്നെ ചേർത്ത് പിടിക്കാൻ കഴിയും. ഈ ദൂതന് നിന്നെ മാനിക്കാൻ കഴിയും. ഈ ദൂതന് നിന്നെ ആദരിക്കാൻ കഴിയും. ഈ ദൂതൻ നിന്നെ എവിടെ മനുഷ്യൻ മാറ്റി നിർത്തിയോ അവിടെ നിനക്ക് ചേർത്ത് പിടിക്കാനുള്ള ഒരു ആദരവ് തരുവാൻ ഈ ദൂതന് കഴിയും. മനുഷ്യൻ നിന്നെ ചിലപ്പോൾ ആക്ഷേപവാക്കുകൾ പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, ദൈവത്തിന്റെ ദൂതൻ നിന്നെ സഹായിപ്പാൻ മാത്രമല്ല, നിന്നെ സന്ദർശിപ്പാൻ മാത്രമല്ല, നിന്നെ ചേർത്ത് പിടിക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു ദൂതൻ. ഓ റിബലബ ശംഭവരാജകൽക്കനാദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എക്കാലത്തും ദൂതന്മാർ ഇറങ്ങി വന്നിട്ടുള്ളത്, ദൂതന്മാരെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിലെ ഒരു മനുഷ്യനുമല്ല, ഒരു ഉദരത്തിലുമല്ല. ഈ ദൂതന്മാർ ജനിച്ചു പുറത്തു വന്നത് ദൈവത്തിന്റെ സൃഷ്ടികളാൽ. ഈ ദൂതന്മാർ അംബാസഡർമാരായല്ല. സ്തോത്ര. ദൈവത്തോളം അധികാരം പ്രാപിച്ച ദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അബ്രഹാമേ, നീ ഭാരപ്പെടണ്ടടാ. നീ ദൈവദാസന്മാർ കൊടുത്തതൊന്നും വൃഥാവായി പോകത്തില്ല. നിന്റെ ഭാര്യ അടുത്ത ഇതേ വർഷം സ്തോത്രം ഒക്കത്തൊരു കുഞ്ഞുമായി ഈ വീട്ടുമുറ്റത്ത് നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ എന്ന് ദൂതന്മാർ ചോദിച്ചപ്പോൾ സാറ ഒന്ന് ചിരിച്ചു. അവൾ ഉള്ളിൽ ചിരിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, ഇല്ല നീ ചിരിച്ചു, ഇല്ല ചിരിച്ചില്ല, നീ ചിരിച്ചു. അപ്പോഴാ പറഞ്ഞത്, അല്ലല്ല, നീ ചിരിച്ചത് വാസ്തവമാണ്. ഇന്ന് രാത്രി ദൂതൻ കള്ളം പറയത്തില്ല. വീണുപോയ ദൂതനല്ല ഇത്. ഈ ദൂതന് പ്രത്യേകതയുണ്ട്. ഈ ദൂതൻ മാനിക്കാൻ നിന്നെ മാദരിക്കുന്ന ദൂതനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, ആമേൻ, സ്തോത്രം. ഈ ദൂതനെ സൃഷ്ടിച്ച് ദൈവം ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ സർവ്വ അധികാരവും കൊടുത്തിട്ടുണ്ട്. വായിച്ചാട്ടെ, അടുത്തൊരു വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. ആമേൻ, സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 38, അതിന് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. അവിടെ എന്താണ് ഇയ്യോബിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്? നോക്കിക്കേ, വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിന്റെ അളവ് നിയമിച്ചവനാർ നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാർ. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ? ഇയ്യോബിനോട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യഹോവയായ ദൈവം ദൂതനെ പറഞ്ഞു വിട്ട് ചോദിക്കുന്ന ചോദ്യം. എന്തെന്നറിയാമോ ഇവിടെ ചോദിക്കുന്നത്? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നീ ഇങ്ങോട്ട് പറഞ്ഞേ, എവിടെയായിരുന്നു? നീ കൊലുകൊല കിടന്ന് അലച്ചല്ലോ. ഒരർത്ഥവും ഒരു പൊരുത്തവും ഇല്ലാത്ത കാര്യം നീ പറഞ്ഞല്ലോ ഇയ്യോബേ. ഞാൻ ദോഷമായി വല്ലതും ചെയ്തിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, പിന്നെ എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? എവിടെയായിരുന്നു നീ? പറഞ്ഞേ, നീ എവിടെയായിരുന്നു? ഇയ്യോബിന് ഉത്തരം മുട്ടി. നോക്കിക്ക അടുത്ത്. ആമേൻ. നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. 5ാം വാക്യം പറയുന്നു, അതിന് അളവ് നിയമിച്ചവനാർ. ഈ ഭൂമിയെ ഞാൻ അളന്നപ്പോൾ നീ എവിടെയായിരുന്നു?
ഈ ഭൂമിയെ ഞാൻ മൊത്തം അളന്ന് ഞാൻ ഒരു കല്ല് വിട്ടു. അപ്പോൾ നീ എവിടെ ആയിരുന്നു? ആമേൻ, ഹല്ലേലൂയ. നിന്റെ പറമ്പ് മാത്രമല്ല അളന്നു തന്നത്, ഈ ഭൂമി ടോട്ടലി ഞാൻ അളന്നിരിക്കുക. ഞാൻ അളന്ന് ആമേൻ അതിനെ കല്ലിട്ട് ഉറപ്പിച്ചിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ല, അതിന് അളവിനൂൽ ആമേൻ പിടിച്ചവനാർ. അവൻ ആരാ പിടിച്ചത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോഴൊക്കെ നീ എവിടെയായിരുന്നു? എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ഒന്നും പറയാനില്ലല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്കൊന്നും സംസാരിക്കാനില്ലല്ലോ, അല്ലേ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനായ ഇയ്യോബിനോട് ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവകുഞ്ഞ് ആമേൻ ഇയ്യോബിനോട് പറയുന്ന വാക്കുകൾക്കെല്ലാം ഇയ്യോബ് മൗനം പാലിച്ചപ്പോൾ, എന്നാ നോക്കൂ, ഇയ്യോബിന്റെ പുസ്തകം എഴുതി വെച്ചോ. ഇയ്യോബിന്റെ പുസ്തകം ആമേൻ 40-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യവും 13-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യവും 35-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും 42-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും 1 രാജാക്കന്മാരുടെ പുസ്തകം 18-46 സങ്കീർത്തനം 104-5 സദൃശ്യ അധ്യായങ്ങൾ 30-4 യെശയ്യാവ് 40-12 മുതൽ 14 വരെയും ആമേ സദൃശ്യ അധ്യായങ്ങൾ 8-ാം അധ്യായം അതിന്റെ 24 മുതൽ 29 വരെയും ആമേൻ. ഇന്ന് രാത്രി ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ നീ എവിടെയായിരുന്നു? പറ. നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ പറഞ്ഞേ, ഇല്ലെങ്കിൽ നീ മൗനമായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ചിലത് ചെയ്യാൻ പോകുന്നു. ആമേൻ. ഞാൻ ഇന്നിവിടെ ഇറങ്ങി വന്നിരിക്കുന്നത് നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ നിന്നെ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തരാൻ പോകുകയാ ഞാൻ. സ്തോത്രം. കേവലം 318 അഭ്യാസികൾ പാർക്കുന്ന ദാസന്മാർക്ക് പാർക്കാനും ആടുമാടുകൾക്കും ആമേ മൃഗസമ്പത്തിനും പാർക്കാനുള്ള ഒരു കൂട് നിർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല ഈ ഭൂമിയിൽ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. സകലത്തിന്റെ മേലും പ്രപഞ്ചത്തിന്റെ മേലും സകലത്തിന്റെ മേലും ആമൻ ഈ ഭൂമിക്കടിയിലുള്ള 12 കോടിക്കധികം ഉറവകളുടെ മേലും എനിക്ക് അധികാരമുണ്ട്. അത് നിനക്കറിയാമോ? അറിയാമോ? ഈ ഞാൻ അളന്ന ഭൂമിക്കകത്ത് 12 കോടിക്കധികം ഉറവകളുണ്ട്. നിനക്കറിയാമോ? നിന്റെ 7000 ആടിനെ ആമെ കൊന്നപ്പോഴും ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ? ഞാൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3000 ഒട്ടകത്തെ കൊന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ? ഞാൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അറിയാത്തവനല്ല. ആമേൻ, ഹല്ലേലൂയ. 500 ഏർക്കാളെ കൊന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ? ഇല്ല, ഞാൻ അറിഞ്ഞു. അതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നിന്റെ നട്ടങ്ങളെ നിരത്തി വെക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇയ്യോബേ, 500 പെൺകഴുതയെ കൊന്നപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു വിചാരിച്ചോ? ഇല്ല. നിന്റെ 10 മക്കൾ നശിച്ചു പോയപ്പോഴും ഞാൻ മിണ്ടാതിരുന്നെന്ന് വിചാരിച്ചോ? ഇല്ല. നിന്റെ ഓരോ നട്ടങ്ങൾക്കും അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഈ 2025 തരാൻ വേണ്ടിയാണ് നിന്റെ വീട്ടിനകത്ത് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല. നിങ്ങൾ എന്താ വിചാരിച്ചേ? എന്നും 3 സെന്റ് ആമേൻ മണ്ണിനകത്തും ഒരു പഞ്ചായത്ത് വീട്ടിനകത്ത് കിടക്കാൻ അദ്ദേഹം വിളിച്ചത് അല്ലെന്നേ. ആമേൻ, സ്തോത്രം. നിന്നെ വിളിച്ചത് വിശ്വസ്തനാ. ഇന്ന് സ്ഥലമുണ്ട്. പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടട്ടെ. നോ, നീ രാജാവാ. ഹല്ലേലൂയ. നീ രാജാവാണ്. സ്തോത്രം. നിനക്ക് അധികാരം തന്നിട്ടുണ്ട് ദൈവം. നിന്റെ ശൈലിയിലും നിന്റെ ഡിസൈനിലും ദൈവം നിനക്ക് പ്ലാൻ തന്നിട്ട് വർഷങ്ങളായി. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും തടുക്കാൻ കഴിയില്ല. ഇയ്യോബേ, എല്ലാവരും നിന്നെ വാദിക്കട്ടെ. പക്ഷേ ഈ 38-ാമത്തെ അധ്യായത്തിൽ ഇയ്യോബിനോട് സംസാരിക്കുന്ന ദൈവം പൈസ വിട്ടുപോകാതെ കടങ്ങൾ മാത്രമല്ല സകലത്തെയും അവൻ നിരത്തി വച്ച് ഇയ്യോബിനോട് സംസാരിപ്പാൻ ദൈവം തയ്യാറായെങ്കിൽ ഇത് ഏത് ദൂതന ഇറങ്ങി വന്നത്?
ആമേ പ്രശ്നം ഉണ്ടാക്കുന്ന ദൂതനല്ല, പ്രശ്നം പരിഹരിക്കുന്ന ദൂതൻ, തെറ്റിദ്ധാരണകളെ മാറ്റുന്ന ദൂതൻ അവിടെ ഇറങ്ങി വന്ന് അവനെ കണക്കിൽ അവനെ പഠിപ്പിച്ച് മാത്സിൽ അവനെ ഡോക്ടറേറ്റ് എടുപ്പിക്കാനും ആമേ സ്തോത്രം അതിൻ്റെയും ആമേ തലത്തട്ടിൽ കൊണ്ടുപോകാനും യോഗ്യൻ പ്രാപിച്ച ഒരു ദൂതനാണ് ആമേ യോബിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. ഇന്ന് രാത്രി ആമേ രക്ഷിക്കപ്പെട്ട ദൈവം ഇതല്ലേ, നിന്റെ അടുത്ത് ദൈവം വന്ന് നിൽക്കുന്നത്, ദൂതം വന്ന് നിൽക്കുന്നത് ആമേ നിന്റെ അകത്ത് വല്ലത് ഉണ്ടോ എന്നറിയാനാ. സ്തോത്രം പറ, സ്തോത്രം പറ. അകത്തു വല്ലത് ഉണ്ടോ, അകത്തു വല്ലത് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, പൗലോസ് ലീഗ വിളിച്ചു പറയുന്നു, സമയത്തിലും അസമയത്തിലും വചനം പ്രസംഗിക്കാൻ ഒരുങ്ങി നിൽക്ക. ഒരുക്കമുള്ളവൻ ഒരു സോൾജിയർ ഒരുങ്ങി നിൽക്കുന്നത് പോലെ ഒരു പടക്കളത്തിൽ അവൻ ഡെയിലി അവന്റെ ഗണ്ണ് വൃത്തിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊടി പോലും ഇല്ലാതെ ആ ഷെല്ലിനകത്തുകൂടെ അവൻ നൂല് കടത്തിവിട്ട് ഒരു പൊടി പോലും ഇല്ലാതെ കറക്റ്റ് പൊസിഷനിലെ ഗണ്ണ് ഷൂട്ട് ചെയ്യാൻ കണക്കിന് എല്ലാ ദിവസവും ആ ഗൺമാൻ, ആ സോൾജിയർ, ഹല്ലേലൂയ, അവൻ അതിനെ പരിശീലിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിലായിരിക്കുന്ന നമ്മളോട് ദൈവാത്മ പറയുന്നു, നിന്റെ അകത്തളങ്ങളിൽ വല്ലോ ഉണ്ടോ? തലയിൽ കിഡ്നി ഉണ്ടോ എന്നാ ചോദിക്കുന്നത് ദൈവം. തലയ്ക്കകത്ത് കിഡ്നി ഉണ്ടോ ഇയ്യോബേ പറയാൻ? പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് ചോദിക്കുക, പറ. ഇയ്യോബിന്റെ വാക്കുകളെല്ലാം ഒരു വാക്ക് പോലും ഇയ്യോബിന് പറയാനില്ല. ഇയ്യോബ് ഫ്ലാറ്റായെന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഒന്നും പറയാനില്ലാതെ ഇയ്യോബ് മാറി നിന്നു. ഇന്ന് രാത്രി മാറി നിൽക്കുന്നവരെ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8ാമത്തെ വാക്യം പറയുന്നു, ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ ആമേൻ കഥകളാൽ അടച്ചവനാർ. ആ ഉപമ കണ്ടോ? ആ ഒരു പശ്ചാത്തലം കണ്ടോ? അതിൻ്റെതായ നില കണ്ടോ? ഗർഭത്തിൽ നിന്ന് ചാടി പുറപ്പെടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് 9 മാസവും 9 ദിവസവും ആകുമ്പോൾ അതിനകത്തുനിന്ന് 2 കാലും തൊന്നി പുറത്തേക്ക് ചാടുന്നത് എത്ര സ്പീഡെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഈ ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ, അപ്പൊ ചാടി പുറപ്പെട്ടപ്പോൾ 2 കാലും തൊന്നി ഒരു ചാട്ടമാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന്. ഹല്ലേലൂയ. അടുത്ത് ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടോ. ആമേൻ, സ്തോത്രം. അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും. നിങ്ങൾ അധ്യായം വളരെ ശക്തമായി നിങ്ങൾ വായിച്ചോളണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഓരോരോ വാക്കുകളായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ആത്മാവിൽ നിയോഗം ദൈവം തരികയാ. ദൈവത്തോട് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദൈവത്തോട് ചോദിച്ചപ്പോൾ അടുത്ത 3ാമത്തെ വാക്യത്തിൽ മുകളിലോട്ട് കയറി വരുമ്പോൾ ഒരു കാര്യം ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളുക. എന്തിനാ അര മുറുക്കുന്നത്? സ്റ്റഡിക്ക് നിൽക്കാനാ. ഹല്ലേലൂയ. ഒരു മിലിറ്ററിക്കാരനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മിലിറ്ററി കണ്ടിട്ടുണ്ടോ? മിലിറ്ററി ആമേൻ. അവനൊരു പിയൂണാണെങ്കിലും അവനൊരു സെക്യൂരിറ്റി ആണെങ്കിലും അവൻ ഇങ്ങനെ കൂനിപ്പിടച്ചൊന്നും അവൻ ഇരിക്കാറില്ല, നിൽക്കാറില്ല. അവൻ്റെ ആമേൻ സ്തോത്രം കണ്ണും ആമേൻ തലയും ആമേൻ നെഞ്ചും എല്ലാം സ്ട്രൈറ്റ് ആയിട്ട് ആമേൻ എങ്ങനെയൊക്കെ അവർ നിൽക്കാൻ കഴിയുമോ വളഞ്ഞൊടിഞ്ഞല്ല നിൽക്കുന്ന സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ വായിച്ചെന്നറിയാമോ? നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. ഒരെണ്ണം പോലും പറയാൻ ഇയ്യോബിന് കഴിഞ്ഞില്ല. കാരണം അവനെ മിണ്ടാതിരുത്തിയത് മറ്റൊന്നുമല്ല, നിയോഗത്തിന്റെ ശുശ്രൂഷ ഇയ്യോബിൽ കൂടെ വെളിപ്പെടാൻ മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ തുടർന്ന് 4 അധ്യായത്തിനകത്ത് ഇയ്യോബിന്റെ സകല ബാധ്യതകളും തീർത്ത് ഇയ്യോബിനെ ശക്തമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുന്നു, ആത്മാവ് എന്നോട് പറയാൻ പറയുന്നു, നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു വർഷം ഈ വർഷം തീരും മുമ്പേ നീ നന്മ പ്രാപിച്ച് ദേശത്തിൽ നിന്നെ ആ മാനിക്കാത്തവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവിൻ്റെ ആലോചന ശക്തമായി വെളിപ്പെടുക. വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകം 3 ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താണ് ഒരു ദൂത് അവിടെ വിളിച്ചു പറയുന്നു? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത് സാത്താൻ പ്രത്യക്ഷപ്പെട്ടത്. ആമേൻ, സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ, 3-ാമത്തെ അധ്യായം. യഹോവയുടെ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വേറെ ഒന്നുമല്ല അവിടെ ചോദിച്ചത്. ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ, ഉണ്ടോ എന്നൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, തോട്ടം കാക്കാൻ കാവൽക്കാരാക്കി വച്ചിട്ട് പോയ മനുഷ്യർ, ആമേൻ, ഉണ്ടോ ഒരു ചോദ്യം. ഇതേ ചോദ്യമാണ് ഇയ്യോബിനോട് ചോദിച്ചത്. ഇയ്യോബ് മിണ്ടിയില്ല. നോക്കൂ, ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ആമേൻ, ഈ സാത്താൻ എന്ന് പറയുന്ന മനുഷ്യൻ വീണ് കിടക്കുന്നവനാ, വീണ്. ആമേൻ, 2 സൈസിലെ ദൂതന്മാരെ പറ്റി പറഞ്ഞു. ഒന്ന്, വീണ് പോയവർ, പ്രൈസ് ദി ലോർഡ്. ഏതാണ്? വീണ് പോയ ദൂതന്മാർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അവർ ഇങ്ങനെ വീണ് കിടക്കുന്നവര് അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. ആമേൻ. മത്തായി, മാർക്കോസ്, ആമേൻ തുടങ്ങിയ സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ആമേൻ, ലൂക്കോസിലേക്ക് വരപ്പെടുമ്പോൾ, ആമേൻ, യോഹന്നാനിലുണ്ട്, ലൂക്കോസിലേക്ക് വരുമ്പോൾ, 4 സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ, ആ 4 സുവിശേഷം ഒരു സുവിശേഷമായി നമ്മൾ പ്രഖ്യാപിക്കുന്നു. ആ സുവിശേഷം യേശുവാണ്. ആ സുവിശേഷത്തിനകത്ത് നിന്നുകൊണ്ട് ആമേൻ, ആമേൻ, ലൂക്കായിൽ വിളിച്ചു പറയുന്നു, എവിടെ നിന്ന് വന്നു? ഞാനിവിടെ എല്ലാം ചുറ്റി സഞ്ചരിച്ച് ഒരിടത്തും ഇരിപ്പിടമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് വീണുപോയവൻ, അലഞ്ഞ് തിരിഞ്ഞ് ആത്മാവ് നഷ്ടപ്പെട്ടവന്റെ ഇടയിൽ വന്നിരുന്നു. എവിടെ വന്നിരുന്നു? ആത്മാവ് നഷ്ടപ്പെട്ടവന്റെ ഇടയിൽ വന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ആരൊക്കെ ഉണ്ട്? ദൈവത്തിന്റെ ദൂതന്മാരുണ്ടായിരുന്നു. ആമേൻ, ദൈവത്തിന്റെ ദാസന്മാരുണ്ടായിരുന്നു. മാത്രമല്ല, ആമേൻ, സ്തോത്രം, അവിടെ കർത്താവ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവൻ മരുഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു. ശകലം പോലും വെള്ളം കിട്ടാതെ, ഒരു ഇരിപ്പിടം പോലും ഇല്ലാതെ ഇവൻ ദൈവദാസന്മാർ ഒരുമിച്ചിരിക്കുന്ന വേദിക്കകത്തേക്ക് അവൻ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവകുഞ്ഞ് ഇരിക്കുന്ന ഇരിപ്പിടം ആരാധന ആലയമാക്കി നീ തീർക്കാൻ ശ്രമിക്കുമെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനം എവിടെ ഇരുന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കാരണം തമ്പരടിക്കുന്നത് മനുഷ്യനല്ല, ആമേ, കൂട്ടായ്മ ആചരിക്കുന്നത് മനുഷ്യനല്ല, പിന്നെയോ ദൂതന്മാരാണ്. ഹല്ലേലൂയ. ദൂതന്മാര് തമ്പരടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ, ആമേൻ, അടുത്ത സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 148-ാമത്തെ സംഗീതം അതിന്റെ 2-ാമത്തെ വാക്യം. അവന്റെ സകല ദൂതന്മാരെ അവനെ സ്തുതിപ്പിൻ, അവന്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പിൻ. അവന് സകല ദൂതന്മാരുമായുള്ളവരെ അവൻ എന്ത് ചെയ്യണം? സ്തുതിക്കണം. ആമേൻ. ദൈവം സൃഷ്ടിച്ചത് നമ്മെ ആരാധിക്കാൻ വേണ്ടിയാ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് വിശുദ്ധ സഭായോഗത്തിന് നമ്മൾ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന് ആവോളം നമ്മൾ നന്ദി കൊടുത്തു. കർത്താവിന് വേണ്ടി ഇതെല്ലാം നമ്മൾ ചെയ്തു എന്ന് തൃപ്തി ഉണ്ടോ നമ്മുടെ ജീവിതത്തിനകത്ത്? കയറിപ്പോയപ്പോ ആമേ വളരെ ഭാരമായിരുന്നു, തിരിച്ചു വന്നപ്പോഴും ഇരട്ടി ഭാരത്തോടെയാണോ വന്നത് എങ്കിൽ നീ ഒന്നും പ്രാപിച്ചില്ല എന്ന് വാസ്തവമാണ്. കയറിപ്പോയപ്പോൾ ഒഴിഞ്ഞ പാത്രമായി കയറിപ്പോയെങ്കിൽ തിരിച്ച് അകത്തുനിന്ന് ഇറങ്ങി വന്നപ്പോൾ നിറഞ്ഞ പാത്രമാക്കി ദൈവം നമ്മെ വിട്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട് നിനക്ക് വേണ്ടി. കാരണം ഇന്ന് നീ അവിടെ അർപ്പിച്ച സ്തുതി സ്തോത്രന്മാർ, അവിടെ പറയുന്നത് അവന്റെ സകല ദൂതന്മാരുമായി ഉള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവന്റെ സർവ സൈന്യമേ അവനെ സ്തുതിപ്പീൻ, സകല സൈന്യമേ. അപ്പോൾ എന്താണ്? ഒരുത്തന്റെ ആരാധനയും ദൈവം കേൾക്കും, ഒരു സൈന്യത്തിന്റെ ആരാധനയും കേൾക്കും, ഒരു കൂട്ടത്തിന്റെ ആരാധനയും കേൾക്കും, ഒരുത്തന്റെ പ്രാർത്ഥനയും കേൾക്കും.
സ്തോത്രം. ഇന്ന് രാത്രി ദൈവം പറയുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കടന്നു വരുമോ അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് പറയുന്നു. ദൈവത്തിന്റെ സകല ദൂതന്മാരുമായി ഉള്ളവരെ ദൈവത്തെ സ്തുതിപ്പീൻ. അപ്പൊ ഈ ദൂതൻ എന്താ? ഈ ദൂതൻ എന്തിനാ സൃഷ്ടിച്ചത്? ദൈവത്തെ ആരാധിപ്പാൻ. സ്തോത്രം പറ. ദൈവത്തെ ആരാധിക്കാനാണ് ഈ ദൂതനെ സൃഷ്ടിച്ചത്. ഈ ദൂതൻ നിന്നെ ദൈവം സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാ, നിന്നെ ആരാധിപ്പിക്കാനാ. അവൻ വീണ് പോയവൻ ആരാധന ലീഡറായിരുന്നു. അവൻ വീണ് പോയപ്പോ കുറെ പേരെ കൂടെ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് അവരാണ് പറയുന്നത്, അങ്ങനെ ഒരു ദൈവമുണ്ടോ? സ്തോത്രം. ഉണ്ടോ? ദൈവമുണ്ടോ എന്ന് അവർ ചോദിക്കുക. അപ്പോഴാ വചനം പറയുന്നത്, ഹല്ലേലൂയ, സകല ദൂതന്മാരുമായുള്ളവരെ ദൈവത്തെ സ്തുതിപ്പീൻ. ഇന്ന് രാത്രിയിൽ ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ, നമ്മൾ തുടങ്ങിയത് കൊലോസ്യർ ലേഖനം 1:16 ഇവിടെ പറയുന്നു, ആർക്കും എണ്ണാൻ കഴിയാത്ത മഹാസൈന്യങ്ങളുടെ ദൂതന്മാർ. ആർക്കും എണ്ണാൻ കഴിയുന്നില്ല, ഒരാളിന് പോലും എണ്ണാൻ കഴിയുന്നില്ല. വലിയൊരു ഗണമായി, പ്രൈസ് ദി ലോർഡ്, ദൂതന്മാരുടെ ഒരു സൈന്യം തന്നെ പൗലോസ് അവിടെ വ്യാഖ്യാനിക്കുകയാണ്. വലിയൊരു ഗണം, പ്രൈസ് ദി ലോർഡ്. ദൈവ സൃഷ്ടിച്ച ദൂതന്മാർ, അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ദൂതന്മാർ. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നിന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലെങ്കിലും നീ പേടിക്കണ്ട. പലപ്പോഴൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവരല്ലേ, വാഹനത്തിൽ സൈക്കിളിൽ പോകുന്നവരുണ്ട്, ഒറ്റയ്ക്ക് നടന്നു പോകുന്നവരുണ്ട്, ബസ്സിൽ പോകുന്നവരുണ്ട്, ഫ്ലൈറ്റിൽ കയറി പോകുന്നവരുണ്ട്, ബൈക്കിൽ പോകുന്നവരുണ്ട്, കാറിൽ പോകുന്നവരുണ്ട്, പല നിലയിൽ പോകുന്നവരാ. ഹല്ലേലൂയ. പക്ഷെ നീ ഒറ്റയ്ക്കാണെന്ന് എപ്പോഴെങ്കിലും ചിന്ത നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിന്റെ വണ്ടിക്കകത്ത് വേറൊരുത്തൻ കാണും. പ്രൈസ് ദി ലോർഡ്. ഫ്രണ്ട് സീറ്റിൽ നിന്റെ കൂടെ ഉണ്ടാകും. ബാക്കിൽ നീ എത്ര പേരിരിക്കാൻ ആഗ്രഹിക്കുന്നു ചിന്തിച്ചാൽ അത്രയും പേരിരിക്കത്തക്ക ദൂതന്മാർ വാഹനത്തിനകത്ത് ഇറങ്ങി വരും. അനുഭവിച്ച വ്യക്തിയാ ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവകുഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ, എന്റെ യാത്രയിൽ ആരുമില്ലല്ലോ, എന്റെ കൂടെ പുറത്തേക്ക് വരാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണോ നീ? നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൂതന്മാരെ ദൈവം ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ നിന്റെ കൂടെ നടക്കാൻ, നിന്റെ കാര്യങ്ങൾ കേൾക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. എന്തു പറഞ്ഞാലും കേൾക്കാൻ വേഗതയോടെ നിൽക്കുന്ന ദൂതന്മാരെ ഇവിടെ കാണുകയാണ്. വേഗതയോടെ, പ്രൈസ് ദി ലോർഡ്, കേൾക്കാൻ വേഗതയോടെ ഇരിക്കുന്ന ദൂതന്മാരാണ്. സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ പഠിച്ചു. 148 സങ്കീർത്തനമാണ് അവിടെ നമ്മൾ വായിച്ചത്. 148 സങ്കീർത്തനത്തിന്റെ അതിന്റെ 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച്, 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 3-ാമത്തെ വാക്യം. അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞത്? സൂര്യചന്ദ്രന്മാരെ എന്ത് ചെയ്യണം? അവനെ സ്തുതിക്കണം. സകലത്തെ ഒന്നിനെപ്പോലും സ്തുതിക്കാതെ വിട്ടിട്ടില്ല. ദൈവം സൃഷ്ടിച്ച സകലതും ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾക്കറിയോ, നമ്മളെ എണീക്കും മുമ്പേ പക്ഷികൾ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. അവരെ സമയത്ത് അവര് കൂടണയുന്നതിന് മുൻപ് ആമേൻ ദൈവത്തെ സ്തുതിച്ചിട്ട് അവർ കൂടണയാറുണ്ട്. രാത്രിയെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രഭാതത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ദൈവം സൃഷ്ടിച്ച സകലത്തിന്റെ മേലും ദൈവം അതത് സമയത്തെ അതിന് വേർതിരിച്ചിട്ടുണ്ട്. ഇര പിടിക്കാൻ ഒരു സമയം. പാമ്പുകൾ ഇര പിടിക്കുന്നത് പകലല്ല, പിന്നെ എപ്പോഴാ? രാത്രിയിലാ. അത് ഇര പിടിക്കാൻ പകലിറങ്ങിയാൽ അതിനെ മനുഷ്യൻ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ രാത്രി ഇറങ്ങി അതിന്റെ ഇര പിടിക്കാൻ ദൈവം രാത്രി അതിനെ ഇറക്കുമെങ്കിൽ, എന്നാൽ ഇന്ന് രാത്രി ദൈവപൈതലേ സിംഹം ഇര പിടിക്കുന്നത് പകലല്ല കൂടുതൽ, പിന്നെ എപ്പോഴാ? രാത്രിയിലാ. എന്നാൽ രാത്രി ഇര പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ല, പകൽ ഇറങ്ങിയ മനുഷ്യൻ പിടിക്കും. ആമേൻ, സ്തോത്രം. തിരുവനന്തപുരം പട്ടണത്തിൽ പുലി ഇറങ്ങി എന്ന് പറഞ്ഞു, കാട്ടാക്കട ഭാഗത്ത്. അവിടെ ഉള്ളവർ സൂക്ഷിക്കുക, പുലി ഇറങ്ങി. അതെന്തിനാ ഇറങ്ങുന്ന? പകല്. അത് രാത്രി ഇറങ്ങിയതാ, പക്ഷെ തിരിച്ച് കാട്ടിലേക്ക് കയറാൻ മറന്നുപോയി. അതുകൊണ്ട് മനുഷ്യൻ അവരെ പിടിക്കാൻ വേണ്ടി ഓട്ടിക്കുക. ആമേൻ.
എന്നെന്താ അത് കാര്യം എന്നറിയാമോ? ആമേൻ. ഓരോന്നിനും ഓരോ സമയം വച്ചിട്ടുണ്ട് കർത്താവ്. സകലത്തിന്റെ മേൽ പകൽ വാഴുവാൻ ആമേൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും. ഇത് രണ്ടും ഒരേ സമയത്ത് വരാൻ കഴിയില്ല. ഒരുത്തൻ വരുമ്പോൾ മറ്റവൻ വഴിമാറിക്കൊടുക്കണം. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം വച്ചിരിക്കുന്നത്? അത് മനുഷ്യന് മാത്രമല്ല, ദൈവം സൃഷ്ടിച്ച സകലത്തിന്റെ മേലും ദൈവം സമയം വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം അതിൻ്റെതായ വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയ്ക്കകത്ത് ദൈവം ജനത്തെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി വിശുദ്ധമായ ദിവസം ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി വിളിച്ചു പറയുന്നു, നിന്നെ സഹായിപ്പാൻ എത്ര ദൂതൻ എന്ന് രാത്രി ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തൊരു വാക്യത്തിലേക്ക് വരാമോ? 68-ാമത്തെ സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് 68-ന്റെ 17-ലേക്ക് ഒന്ന് വരാമോ? ആമേൻ. അവിടെ ഒരു ദൂത് കൂടെ അവിടെ വായിക്കുന്നു. അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000-ഉം കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. അപ്പൊ ദൈവത്തിന്റെ രഥങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ദൈവത്തിന് രഥങ്ങളുണ്ടോ? ഉണ്ട്. ദൈവത്തിന് എണ്ണാൻ കഴിയത്തിൽ 1000-1000, പിന്നെന്താ കോടാന് കോടിയും 1000-1000-വുമായി വേർതിരിക്കുന്ന ഒരു മനുഷ്യനും കണ്ണുകൊണ്ട് കണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത കോടിക്കണക്കിനും ആയിരക്കണക്കും രഥങ്ങളുണ്ട് ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാ? തന്റെ ജനത്തിന് വേണ്ടി. ആമേ. ദൈവരഥങ്ങൾ 1000-1000-ഉം കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ ആമേ സീനായി വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തിന്റെ രഥത്തോട് കൂടെ ദൈവമുണ്ട്. അപ്പോൾ തന്നെ കോടാന് കോടി രഥങ്ങളും 1000-1000 രഥങ്ങളും തന്റെ മക്കളെ സഹായിപ്പാൻ, അവരുടെ വിഷയങ്ങൾക്കകത്ത് ആമേ ഇടപെടുവാൻ, രഥത്തിൽ കയറി യാത്ര ചെയ്യത്തക്ക തലത്തിൽ ദൈവം ചില നിയോഗത്തോടെ ദൂതന്മാരെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. കാരണം ആമേൻ, നിനക്ക് കഴിയാത്ത കാര്യം ദൂതന്മാരിൽ കൂടെ ദൈവം ചെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ദൂതന്മാരെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആമേ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ആമേ, ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ ദൂതന്മാരെ പറ്റി അവിടെ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ ആമേ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഒരു ദൂതനെ പറ്റിയാണ് കാണുന്നത്. വായിക്കാമോ? അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ അതിന്റെ 7-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ. സ്തോത്രം. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായിയുടെ ദാസിയായ ഹാഗറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എന്റെ യജമാനത്തെ സാറായിയെ വിട്ട് ഓടിപ്പോകുകയാകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കാം എന്ന് കൽപ്പിച്ചു. നോക്കിക്കേ, നീ അവിടെ ചെന്ന് എന്ത് ചെയ്യണം? അവള് കീഴടങ്ങിയിരിക്കണം. പക്ഷേ 10-ാമത്തെ വാക്യം കൂടെ പറയുന്നത്, യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം കൂടെ വായിച്ചോളാം കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും. അത് എണ്ണിക്കൂടാത്ത വണ്ണം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ സമൂഹമാക്കി ഞാൻ വർദ്ധിപ്പിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞതാരാ? ദൂതനാ. ദൂതൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവർത്തിക്കാതെ അവിടുന്ന് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്ക് ദൈവമൈതലേ. പ്രൈസ് ദി ലോർഡ്. ഈ ഹാഗറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാറായിയുടെ ഭവനത്തിനകത്തൊരു ദാസിയായി നിന്ന് ഹാഗറിന്റെ ജീവിതത്തിനകത്ത് അബ്രഹാമിന്റെ ഒരു കുഞ്ഞവളുടെ ഉദരത്തിൽ ആമേൻ ഉരുവാകുകയാണ്. ഈ സത്യം പറഞ്ഞ ഹാഗറിന്റെ ഭവനത്തിനകത്ത് അവയെ പുറത്തിറക്കി ഒരു തുരുത്തിയിൽ ഒരു വെള്ളവും കയ്യിൽ ഒരു അടയും കൊടുത്ത് അവളെ പുറത്തേക്ക് വിടുമ്പോൾ ആമേൻ സ്തോത്രം, അവൾ ആമേൻ ആ കുഞ്ഞുമായി പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം അവിടെ മനസ്സിലാക്കുന്നു. യഹോവയായ ദൈവം ആ കുഞ്ഞിന് പേരിടുകയാ. എന്താ പേര്? ഇസ്മായേൽ. പ്രൈസ് ദി ലോർഡ്.
അവളുടെ കുഞ്ഞിന്റെ പേരെന്താ? ഇസ്മായേൽ. എന്നാൽ ബെർശേബ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി, അവിടെ ദൂതൻ ഇറങ്ങി വരിക. ദൈവം മാറിപ്പോകരുത് കേട്ടോ. ദൂതൻ ബെർശേബ മരുഭൂമിയിലും അവളുടെ ആ മരണത്തെ മാറ്റാൻ, കുഞ്ഞിന് ദാഹം തീർക്കാൻ, അവളുടെ കണ്ണുനീരിനെ തുടയ്ക്കാൻ ആ ദൂതൻ അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ശബനപരഗതന വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ. ആ ദൂതൻ ആ മരുഭൂമിക്കകത്ത് നീരുറവിന്റെ അടുത്ത് ഇവരെ കൊണ്ട് എത്തിച്ചിട്ട് കുഞ്ഞിന്റെ മരണം കാണാൻ കഴിയാതെ ഒരു കണ്ണിൻ അമ്പേർ ദൂരത്ത് കുഞ്ഞിനെ കിടത്തിയിട്ട് അവൾ മാറിയിരുന്ന് കരയുന്ന ഒരു രംഗം ദൂതൻ കണ്ടിട്ട് ചോദിക്കുകയാ, നീ എന്തിനാ കരയുന്നത്? നിന്റെ കണ്ണീര് നിൽക്കട്ടെ, നീ ഇനി കരയണ്ട. എന്തിനാ കരയുന്നത്? അയ്യോ, ആ കുഞ്ഞ് മരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഇനി നിന്റെ കുഞ്ഞ് മരിക്കത്തില്ല. ഇനി ഞാൻ തരുന്ന കുഞ്ഞുണ്ടല്ലോ, അത് മരിക്കത്തില്ലെന്ന്. അത് മരിക്കാൻ വേണ്ടിയല്ല അവന് ഞാൻ പേരിട്ടത്. അവനെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിൽ, അവനെ ഒരു ജനതയാക്കുമെന്ന് പറഞ്ഞെങ്കിൽ, അവനെ ഞാൻ ദേശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കുന്നവനാക്കുമെന്ന് പറഞ്ഞെങ്കിൽ, അവനെ സകലരും ഭയപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ, ഇനി നിന്റെ ഉദരത്തിൽ കുഞ്ഞ് മരിക്കത്തില്ലെന്ന്. ഹാഗറെ, ഈ കുഞ്ഞ് മരിക്കത്തില്ല. ഇവന് വെള്ളം കൊടുക്കാൻ നീ എന്തിനാ നിലവിളിക്കുന്നത്? നീ ഇരിക്കുന്ന ഭാഗത്തൊന്ന് കണ്ണ് തുറന്ന് നോക്കിക്കേ, അവിടെ ഉറവ ഇരിപ്പുണ്ട്. ആ ഉറവയിൽ നിന്ന് നീ ആമെ കൊണ്ടുപോ, തുരുത്തിയെടുത്ത് അതിലേക്കൊന്ന് കാണിച്ച് ആ വെള്ളം നിറച്ചെടുത്ത് ആ കുഞ്ഞിനും കൊടുത്ത് നീയും കുടിക്ക. ആദ്യം നീ കുടിക്കാനല്ല, നീ കുഞ്ഞിന് കൊടുക്ക. എന്നിട്ട് നീ കുടിക്ക. ആമേ, സ്തോത്രം. അവൻ ആരാവെന്നറിയാമോ? അവനിൽ നിന്ന് ഞാൻ 12 ഗോത്രങ്ങളെ പുറത്തെടുക്കും. നിസ്സാരക്കാരനല്ല ഇവൻ. ഇവന്റെ ശരീരം കാട്ടു കഴുതയുടെ ശരീരം പോലെ. ഇവനെ കണ്ടാൽ എല്ലാവരും പേടിക്കും. ഇവനെ കണ്ടാൽ ആരും അടുത്തു വരത്തില്ല. ദൈവം ഒരുത്തനെ പുറത്തു കൊണ്ടുവന്നാൽ തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോടൊക്കെ ദൂത് പറയുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുൻപേ ദൈവം നിന്നെ കണ്ടിരിക്കുന്ന ദൈവം ഇതിലെ. ഹല്ലേലൂയ. 12 ഗോത്രങ്ങളാണ് ഇസ്മായിൽ നിന്ന് പുറത്തെടുത്തത്. 1 2 അല്ല, 12 ഗോത്രങ്ങൾ. ദൈവം വിശ്വസ്തനാ. വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. മനുഷ്യൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകും, പൊടിയും തട്ടി. ദൂതൻ പോകത്തില്ല. ദൂതൻ അവിടെ നിൽക്കും. ദൂതൻ അവിടെ നിന്ന് A മുതൽ Z വരെയുള്ള സകല കാര്യങ്ങളും ചെയ്ത് വെള്ളം വരെ കൊടുത്ത് ജീവനെ നിലനിർത്തി അവരുടെ യാത്രയിൽ ദൂതനുണ്ടായിരുന്നു. ഇന്ന് രാത്രി നിന്റെ യാത്രയിൽ കേവലം മരണം മാറ്റി, ദാഹം തീർത്തു. ആ മരുഭൂമിയിൽ നിന്ന് പ്രൈസ് മുമ്പിലോട്ട് പോകാനുള്ള എൻട്രൻസ് കാണിച്ചു കൊടുത്തു. തീർന്നില്ല. ദൂതൻ പോയെന്ന് വിചാരിച്ചോ? പോയിട്ടില്ല. പുറകെ ഉണ്ടായിരുന്നു. ദൂതൻ അവളുടെ പുറകെ മുമ്പിലോട്ട് പോകുകയാ. അവളുടെ സങ്കടങ്ങൾ കേട്ട്, അവളുടെ ബുദ്ധിമുട്ടുകൾ കേട്ട്. നോയിക്കേ, നോയിക്കേ, ആ വാക്യത്തിന്റെ, ആ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാനിപ്പോൾ പറഞ്ഞു വിട്ട കമ്പി വാചകത്തിൽ അവൻ ആരെപ്പോലെ ഇരിക്കുമെന്നറിയാമോ? ദൈവം ഒരുത്തനെ കൈവച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ വലിയ പിടിച്ചു പോയതൊന്നുമല്ല കേട്ടോ. ഹല്ലേലൂയ. അബ്രഹാം വ്യഭിചാരം ചെയ്തതൊന്നും അല്ല കേട്ടോ. ആ ഭാര്യയുടെ ഇഷ്ടത്തിലാണ് അവിടെ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അബ്രഹാം ഒരു കാര്യം ചിന്തിച്ചില്ല. ദൈവം അബ്രഹാമിന് കൊടുക്കാമെന്നൊരു വർഷം വരെ അവൻ വെയിറ്റ് ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എല്ലാവരും പറഞ്ഞു കാണും, കൂട്ടുകാരും പറഞ്ഞു കാണും, എടാ ഭാര്യ പറഞ്ഞതില്ലേ, പോയി നോക്ക്, കുഞ്ഞുണ്ടാവോന്നറിയാലോ. ഹല്ലേലൂയ. പക്ഷേ ഭാര്യ നിർബന്ധിച്ച് അവനെ പറഞ്ഞയച്ചു. എന്തായാലും കുഞ്ഞു റെഡിയായി. അതിനങ്ങനെ കളയാൻ പറ്റുമോ? കളയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. വായിക്കേ, 12-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുമെന്ന് അരുളി ചെയ്തു. എന്നാലേ അവൻ, എന്നെ കാണുന്നവരെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അവിടെ ഒരു പേര്, നീ എന്നെ കാണുന്നു എന്ന് എന്ത് ചെയ്തു? ഒരു പേരും വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 3 വാക്യം കഴിയുമ്പോൾ അധ്യായം തീരുകയാണ്. തീർന്നില്ല കേട്ടോ. അടുത്തങ്ങോട്ട് ചെല്ലുമ്പോൾ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ദൈവം അവിടെ വലിയ ഒരു പ്രത്യക്ഷത അബ്രഹാമിന്റെ മുമ്പിൽ വരുത്തുകയാണ്. ദൈവകുഞ്ഞെ, പ്രൈസ് ദി ലോർഡ്.
ഇന്ന് രാത്രിയില് ബർശേബയെ കൊണ്ട് ഒതുങ്ങുന്നില്ല. മരണം മാത്രം മാറി ദാഹം തീർത്തിട്ട് ദൂതൻ പോയില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. അവനെ കാണുമ്പോൾ തന്നെ പലരും പേടിക്കും. ആമേൻ, സ്തോത്രം. കഴിഞ്ഞ ആമേൻ ദിനങ്ങളിൽ ചിലപ്പോൾ പട്ടുപോയതിനെ ജീവൻ പ്രാപിച്ച് മുൻപിൽ കൊണ്ട് നിർത്തുന്നത് പോലെ ഇന്ന് രാത്രി പലതും ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ചില ഫയലുകളെ ദൈവം പുറത്തു കൊണ്ടുവന്ന് നിർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലരും പറഞ്ഞ് ഇനി എടുക്കണ്ട, പൊടി തട്ടി ഇനി എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചില ഫയലുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോടൊക്കെ പറയുന്നു, പൊടി തട്ടി എടുക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ ചെയ്തതിനെ പൊടി തട്ടി പുറത്തു കൊണ്ടുവന്ന് നീ മറന്നുപോയ പേപ്പേഴ്സുകൾ, നീ മറന്നുപോയ ഓർമ്മയിൽ പോലും നീ ചിന്തിക്കാൻ പോലും പേടിക്കുന്ന ചില ഫയലുകൾ, ആ ഫയലുകളെ തമ്പുരാൻ ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവന്ന് നിന്നെ ആമേ സ്തോത്രം മാനിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് ആലോചന കൈമാറുന്നു. ആമേൻ, ആ ഫയൽ കാണണ്ട. ആമേൻ, എന്റെ ജീവിതത്തെ ഇമാതിരി ആമേൻ ഹല്ലേലൂയ എത്രയോ സ്നേഹിച്ചതാണ്, പക്ഷെ ഈ ഫയല് ഇന്ന് ഒരു നോക്കുത്തി പോലെ ഇരിക്കുകയാണോ എന്ന് ചിന്തിച്ച ചില ഫയലുകൾ യേശുവിന്റെ നാമത്തിൽ 2025 ആമേ തീരും മുൻപ് ചില ഫയലുകൾ പൊങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ഫയലുകൾ പൊങ്ങി വരട്ടെ. ഓ, നിന്റെ ജീവിതത്തിലെ നന്മയുടെ ഫയലുകൾ, നിന്റെ ജീവിതത്തിലെ വാഴ്ത്തത്തമെന്ന ചില ഫയലുകൾ, നിന്റെ ജീവിതത്തിലെ വഴിത്തിരിവെന്ന ചില ഫയലുകൾ ദൈവാത്മാവിന്ന് രാത്രിയിൽ ആമേ പ്രഖ്യാപിക്കുന്നു. നിയോഗത്തോടെ ദൂത് വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ ദാസിയെ, ചില ഫയലുകൾ നിനക്ക് വേണ്ടി ആമേ കർത്താവ് പുറപ്പെടുവിക്കാൻ പോകുകയാ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് പുറപ്പെടുവിക്കാൻ പോകുകയാ. നിന്റെ ഉപജീവന വഴിക്ക് വേണ്ടി കർത്താവ് പുറപ്പെടുവിക്കാൻ പോകുകയാ. ഉപജീവനത്തിന് ചില റൂട്ടുകൾ ആ ഫയലിൽ കൂടെ തെളിഞ്ഞു വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇനി അത് ഇരിക്കേണ്ട ആ ഷെൽഫിൽ ഇരിക്കേണ്ടതല്ല, അത് ഇനി ആ ഷെൽഫിൽ നിന്ന് നേരെ കുറച്ചുകൂടെ വിലപിടിപ്പുള്ള ലോക്കറിൽ ഇരിക്കേണ്ട ആ ചില ഫയലുകൾ, ചില സർട്ടിഫിക്കറ്റുകൾ ആമേ ദൈവാത്മാവ് പുതിയ മോഡലിലേക്ക്, പുതിയ ശൈലിയിലേക്ക്, പുതിയ നിലയിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, ദൂതൻ പോയിട്ടില്ല. ദൂതൻ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി ആമേ നെടുകയും കുറുകയും ഉലോപിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, എല്ലാം നിവർത്തിയായെന്നല്ല. ആമേ സ്തോത്രം. എന്നോട് കൂടെ വന്നവൻ, എന്നെ നടത്തിയവൻ, മരണത്തിൽ നിന്നും മരണക്കെടിയിൽ നിന്നും എന്നെ വിടുവിച്ചവർ, മരുഭൂമിയിൽ നിന്നും എന്നെ നടത്തിയവൻ, എന്നെ ഉദ്ധരിച്ചവൻ, എന്റെ തലമുറയുടെ തലയിൽ കൈവച്ചവൻ, അവന് വേണ്ടി പ്രാർത്ഥിച്ചവൻ, ഇന്ന് രാത്രിയിൽ ദൂത് പറഞ്ഞവൻ പറയുന്നു, കാട്ടുകഴുത പോലെ ശക്തിയുള്ളവൻ, അവന്റെ കൈകൾ പലപ്പോഴും ശത്രുവശത്ത് അവന്റെ കൈ ഉയരും, പലപ്പോഴും അവന്റെ മേൽ ശത്രുത്വം പെരുകി വരുമെന്ന് ഇവിടെ ദൂതൻ പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവമൈതലേ, ആത്മാവ് ആരോടൊക്കെ പറയുന്നു, നിന്റെ മേൽ ദൈവത്തിന്റെ കർത്തൃത്വമുണ്ട്, നിന്റെ കുടുംബത്തിന്റെ മേൽ കർത്തൃത്വമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിന്റെ മേലുണ്ട്. ക്രിസ്തു എന്ന പെയിൻ നിന്നിൽ ഉളവെടുക്കട്ടെ. ക്രിസ്തു എന്ന പെയിൻ, ദൈവം എന്ന പെയിൻ, ദൂതൻ എന്ന പെയിൻ നിന്റെ മേൽ തിളച്ചു മറിയട്ടെ. അതിൽ നീ ആമേ സ്തോത്രം മുഴുകി ചേരുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ റിസൾട്ട്, ദൈവത്തിന്റെ ഇടപെടൽ ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, ആരാധിക്കുന്ന ദൈവകുഞ്ഞെ, ഈ രാത്രി നിന്റെ ഫയലുകളെ തിരുത്തി കുറിക്കുന്ന ഒരു രാത്രി എന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്റെ പേരിനെ തിരുത്തി കുറിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അടിച്ചിറക്കി വിട്ടെങ്കിലും കുഴപ്പമില്ല, തള്ളിക്കളഞ്ഞെങ്കിലും കുഴപ്പമില്ല, ഇറങ്ങി പൊയ്ക്കോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ആട്ടും തുപ്പുമേറ്റാലും കുഴപ്പമില്ല, കന്നത്തേറ്റ അടിയായാലും കുഴപ്പമില്ലെന്ന് അന്നിന്റെ ഫയലിനെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.